കണ്ണും എൻ്റെ ഹൃദയവും സദാകാലവും അവിടെ ഇരിക്കും. എവിടെ ഇരിക്കും? ദേവാലയത്തിലിരിക്കും. എൻ്റെ ഹൃദയവും എൻ്റെ കണ്ണും സദാകാലവും എവിടെ ഇരിക്കും? ആ ദേവാലയത്തിലുണ്ട്. ഈ ദേവാലയത്തിലുണ്ട്. ദൈവാലയത്തിൻ്റെ ആരാധനകൾ എല്ലായിടത്തും ദൈവമുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നുമല്ല. പക്ഷേ ദൈവത്തിനെ വസിക്കുവാൻ ഒരു ദേവാലയം രൂപപ്പെടുത്തി. ആ ദേവാലയത്തിനെ കുറിച്ച് ദൈവം ജനത്തിന് നൽകുന്നതായ വാഗ്ദാനമാണ്. ജാഗരൂകനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള നിലവിളികൾക്കും കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ഉത്തരമുള്ളത്. ജീവിതത്തിന്റെ ഇടത്ത് നാം എന്ന് പറയുന്ന ദേവാലയവും നമ്മുടെ ഭവനമെന്ന് പറയുന്ന ദേവാലയത്തെയും കുറെ കൂടി നാം ഗൗരവത്തിലെടുക്കണം. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ ദൈവിക സാന്നിധ്യത്തിലേക്ക് നാം നമ്മുടെ ആത്മീയതകളെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 84 സങ്കീർത്തനം 4 വാക്യം, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ഭാഗ്യാവസ്ഥയാട്ടോ. ഒരു വീടൊക്കെ ഉണ്ട് എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു ഭാഗ്യമാണ്. ആരാധിക്കുവന്നു എന്നുള്ളത് അതിനേക്കാളേറെ ഭാഗ്യമാണ്. ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ ഒരു ഇടം രൂപപ്പെടുത്തി ദൈവം നൽകുമ്പോൾ ആ ആരാധന സദാ ജാഗരൂകനായി ഹൃദയവും കണ്ണും തുറന്നിരിക്കുന്നതായ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് നാം പോവുക. നമ്മളോ ഇതൊക്കെ ഒരു ചടങ്ങായിട്ടാണ് ഇരിക്കുന്നത്. 38 വർഷം ബെതസ്ത കുളക്കരയിൽ ഒരാൾ കിടന്നു. ആരെങ്കിലും ഒരാൾ കുളത്തിൽ ഇറക്കണം എന്നുള്ളതാണ്. ഈ പേരിടുമ്പം ആലോചിക്കുന്നു, നമ്മളിപ്പോൾ പേരിടുന്നത് എങ്ങനെ? അർത്ഥമുള്ള പേരാണ്. ഈ പേര് ഇട്ടത് കൊണ്ട് അർത്ഥം ഉണ്ടാകണമെന്നില്ല. ഈ ബെതസ്ത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മനോഹരമായൊരു വാക്കാണ്. എന്താണെന്നറിയോ? കരുണയുടെ ഭവനം. കരുണയുടെ ഭവനം. 38 വർഷം കിടന്നിട്ട് ഒരു കരുണയും ലഭിക്കാതെ പോയ ഒരുത്തൻ കിടന്ന സ്ഥലമാണ് ബെതസ്ത. അതുകൊണ്ട് പേരൊക്കെ ഇടുമ്പോൾ ആലോചിച്ചിട്ട് വേണം ഏതാ കൊച്ചിന് പേരിടെ, അല്ലേ? 1-ാം ക്ലാസ്സിൽ 1ാമതിരിക്കാൻ വേണ്ടി ഏയൂടെ കൂട്ടി ആരോ എന്നിടും. അവസാനം ഇവനാണെങ്കിൽ മാതാപിതാക്കളെ പ്രാകും. എല്ലാ പരീക്ഷയ്ക്കും ആദ്യമായിട്ട് പോയിരിക്കണം, ഇല്ലയോ? നമ്മൾ ചെയ്യുന്നൊരു ഗതികേട്ട കാലം എന്ന് പറയുന്നത് അല്ലേ? ഇതൊക്കെ ഒരു അനുഭവത്തിൻ്റെ ബോധ്യത്തിലാണ് കേട്ടോ. ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും ബഹുമാനിക്കുന്നതുകൊണ്ട് എൻ്റെ പേര് എങ്ങനെ കൂട്ടിയാലും നടുക്കേ വരത്തുള്ളൂ. ഏതാ എന്ന് കൂട്ടിയാണ് പേര്. അതുകൊണ്ട് എങ്ങനെ കൂട്ടിയാലും എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനം. അതുകൊണ്ടാണ് പേരിടുന്നതിൻ്റെ ബോധ്യത്തിനപ്പുറം 38 വർഷം അവിടെ കിടന്ന ഒരു മനുഷ്യനോട് കർത്താവ് ചോദിക്കുകയാണ്, എന്താ നിനക്ക് സൗഖ്യമാകുവാൻ? നമ്മുടെ ഇപ്പോഴത്തെ നാടായിരുന്നെങ്കിൽ കർത്താവ് എന്തൊരു ചോദ്യം ചോദിച്ച്. 38 വർഷം കിടന്നവനോട് ചോദിക്കേണ്ട കാര്യമാണോ ഇത്? ആണോ? കർത്താവ് ചോദിച്ചതിന് കാര്യം എനിക്ക് 2000 വർഷത്തിന് ശേഷം മനസ്സിലായി. കൊറോണ വന്നപ്പോഴാണ് എനിക്ക് ഈ മനസ്സിലായി കർത്താവ് അന്നാ ചോദിച്ചതിൻ്റെ കാര്യം എന്താണ്. കൊറോണ വന്നു, പള്ളി അടച്ചപ്പോൾ ഭയങ്കര വേവലാതി, പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അയ്യോ, ഭയങ്കര നിലവിളി, കണ്ണുനീര്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഓൺലൈൻ പ്രാർത്ഥന തുടങ്ങി. ഇല്ലേ? എല്ലായിടത്തും ഓൺലൈൻ തുടങ്ങി. ഓൺലൈനായിട്ടിരുന്ന് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥന ഉണ്ട്, പ്രസംഗം കേട്ട് കൊള്ളാം. ഇത് കഴിഞ്ഞ് പള്ളി തുറന്നപ്പോഴോ അന്നേരം ഓൺലൈനാണ്. ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 38 വർഷം കിടന്ന മനുഷ്യൻ, അവന് ആരെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുത്തു കാണും, ആരെങ്കിലുമൊക്കെ അവനെ കരുതിയിട്ടുണ്ടാകും, ഭിക്ഷയായിട്ടോ അല്ലാതെയോ എവിടെങ്കിലുമൊക്കെ അവൻ ചുരുണ്ടുകൂടിയെങ്കിലും കിടന്നിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ സാഹചര്യവുമായിട്ട് എന്ത് ചെയ്യും? പൊരുത്തപ്പെട്ടു പോകും. നമ്മളുടെ പ്രശ്നം അത് തന്നെ. നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇരുന്നപ്പോൾ ആ സാഹചര്യം കൊള്ളാം. ഏതാ? വെറുതെ പെട്രോൾ അടിക്കണ്ട, പള്ളിയിൽ പോകണ്ട, കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ട്? ഓൺലൈനിൽ ഉണ്ട്. രാവിലെ ചോറും പാത്രം എടുത്തു വെച്ചുകൊണ്ടാണ് ഓൺലൈൻ കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? രാവിലെ ചോറും പാത്രത്തിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് അടുക്കളയിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ പ്രാർത്ഥന, സുവിശേഷം വായിക്കുമ്പോഴായിരിക്കും കോളിംഗ് ബെല്ലടിക്കുന്നത്. എല്ലാം കൊണ്ടും ഇങ്ങനെയാണ് നടന്നത്. 38 വർഷം കടന്നു കഴിഞ്ഞിട്ട് അവനോട് ചോദിച്ചതിൻ്റെ കാരണം, ഈ പൊരുത്തപ്പെടൽ എവിടെ ഉണ്ടായി? നമ്മളിലും ഉണ്ടായി. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, സൗഖ്യമാകാൻ മനസ്സുണ്ടോ, പള്ളിയിൽ പോകാൻ മനസ്സുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചത്. ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ റിക്കവറായി വന്നു കേട്ടോ. ഒരുപക്ഷെ തിരികെയൊക്കെ വന്നു.
അത്ര കണ്ട് മോശം കാലത്തൊന്നുമല്ല നാം ജീവിക്കുക. അതിൽ നിന്നൊക്കെ നാം തിരികെ വരുന്നു. ദൈവത്തിൻ്റെ ആലയമായി നാം മാറുന്നു. നമ്മളുടെയൊക്കെ ഭവനം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഭവനമായി മാറുന്നു എന്നുള്ളതാണ്. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുവാൻ നിർമ്മലമായൊരു ഹൃദയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മളുടെ ഉള്ളിൽ ദൈവത്തിന് വസിക്കാൻ ഇടമുണ്ടോ? എല്ലാം കൂടെ കൊണ്ടുവച്ചിട്ട് ദൈവത്തെയും കൂടെ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുക. ദൈവത്തിന് ഇരിക്കാനുള്ള ഇടം നമ്മളുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ടോ? വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പ്രയോറിറ്റി, മുൻഗണന എന്നൊരു സാധനമുണ്ട്. അങ്ങനെ മുൻഗണനാപരമായൊരു ഈ ക്രമം നോക്കിയാൽ ദൈവം എവിടെയാണ്? 1, 2, 3, 4 എണ്ണി തുടങ്ങാവുന്നതാണ് ജീവിതത്തിൽ. ദേവാലയത്തിൻ്റെ മഹനീയമായ ഒരു സാന്നിധ്യം ഓരോ ഭവനങ്ങളിലുമുണ്ട്, ഓരോ ഹൃദയങ്ങളിലുമുണ്ട്. നാം ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലെ പ്രാർത്ഥനകൾക്ക് അങ്ങനെ ഒരു സാധ്യതയും അങ്ങനെ ഒരു ബലവുമുണ്ട് എന്ന് നാം ചിന്തിച്ചു കൊള്ളണം. ഈ ഒരു ദേവാലയത്തിന്റെ നിർമ്മാണത്തിലും അതിന് പിന്നീടുള്ള കാലത്തിലുമൊക്കെ ദൈവത്തിന്റെ ഇടപെടൽ അങ്ങനെയാണ്. ദൈവം മനുഷ്യനുമായി, മനുഷ്യനുമായി ചേർന്ന് നിൽക്കുന്ന കുരിശിന്റെ സാന്നിധ്യത്തിൽ, ആ കുരിശിന്റെ ബലത്തിൽ തന്നെയാണ് നാം ഇന്നുമായിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ദൈവം വസിക്കുന്ന ഇടമാണ് കബർനഹൂമിന്റെ ഭവനം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ദൈവം ഉണ്ടോ? ഇതൊരു ചോദ്യമായിട്ട് അവശേഷിപ്പിക്കുക. വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ വീട്ടിൽ ദൈവം ഉണ്ടോ? ദൈവത്തിൻ്റെ അനുസൃതമായ പ്രവർത്തികളുണ്ടോ, ചിന്തകളുണ്ടോ എന്ന് ചിന്തിക്കുക. രണ്ടാമത്തെ ഒരു ബോധ്യത്തിലേക്ക് കൂടി കടന്നു പോവുകയാണ്. രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 1 മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. മതി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. കബർനഹൂമിന്റെ ഭവനം നമ്മുടെ ഭവനത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്ന രണ്ടാമത്തെ ബോധ്യം എന്ന് പറയുന്നത് അത് സജീവതയുടെ ഇടമാണ് എന്നുള്ളതാണ്. അല്ലേ? നമ്മളൊക്കെ വീട് വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ഒക്കെ ഒരു ശൈലിയിൽ എല്ലാ വീടുകൾക്കും, പഴയ വീടുകൾക്കല്ല, ഇപ്പോഴത്തെ എല്ലാ ശൈലികൾക്കും ഒരു വീടിനൊരു ഘടനയുണ്ട്. അല്ലേ? ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കാർ പോർച്ച് കാണണം, അത് കഴിയുമ്പോൾ ഒരു സിറ്റ് ഔട്ട് കാണണം, അത് കഴിയുമ്പോൾ അകത്തോട്ട് കയറുമ്പോൾ എന്തുകൊണ്ട് അത് കഴിയുമ്പോൾ ഒരു ഹാളുണ്ടല്ലേ? അതാണ് കുഴപ്പം. ഇവിടെ മിക്കവാറും ഒക്കെ ചിലർക്കൊക്കെ ഈ പണി ചെയ്യുന്നവർക്കറിയാം. ഈ സത്യത്തിൽ ഈ ഹാളിന് പറയുന്ന ഔദ്യോഗികമായി പറയുന്ന പേരെന്തോന്നറിയാം? ഒഫീഷ്യലായിട്ട് ആ മുറിയുടെ പേരെന്താണെന്നറിയാം? ലിവിങ് റൂം എന്നാണ്. കേട്ടിട്ടുണ്ടോ? ലിവിങ് റൂം എന്ന് പറയുന്ന വാക്ക് തന്നെ അർത്ഥമാക്കുന്നത്, ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, റൂം എന്ന് പറഞ്ഞാൽ, ഹാളെന്ന് പറഞ്ഞാലുള്ള പ്രത്യേകത ഞാൻ പറയാം. രാവിലെ നമ്മൾ ആരാണ്ടൊക്കെ ഒരു കല്യാണം വന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ കല്യാണക്കുറി കണ്ടാലും കണ്ടില്ലെങ്കിലും രാവിലെ കല്യാണത്തിന് പോകുന്നു, ഹാളിൽ ചെല്ലുന്നു, കഴിക്കുന്നു, അവിടെ കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്നോ? ഇല്ല. നമ്മൾ എവിടെ പോകും? തിരികെ വീട്ടിലേക്ക് പോകും. അതിൻ്റെ പേരാണ് എന്തോന്ന്? ഹാൾ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഏതാണ്ട് അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചർച്ചയിലും ഇങ്ങനെ ആവുന്നത്. ജീവന്റെ മുറികളായിരുന്നു നമ്മളുടെ ഭവനങ്ങളുടെ ഒക്കെ മുറികൾ. ആ ജീവനുള്ള മുറികളെയൊക്കെയാണ് ഇന്ന് നമ്മളുടെയൊക്കെ നൈമിഷികമായ പ്രവർത്തനങ്ങളുടെ മാത്രമായ ഇടങ്ങളാക്കി മാറ്റുന്നത്. യേശുവിന്റെ സാന്നിധ്യം ആ മുറികളെയൊക്കെ സജീവമാക്കുന്നു. ക്രിസ്തു കബർനഹൂമിന്റെ ഭവനത്തിൽ വന്നതുകൊണ്ടാണ് ഒരു പക്ഷെങ്കില് അത്രയേറെ ജനം അവിടെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇതിനു മുമ്പും ആ ഭവനം അവിടെ ഉണ്ടായിരിക്കും. ആ ഭവനം അവിടെ ഉണ്ടായിരുന്നു എങ്കിലും അത്ര കണ്ട് തിരക്കുണ്ടാവണമെന്നില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ആ മുറികളെ ജീവനുള്ളതാക്കുന്നു. നമ്മളുടെയൊക്കെ ഭവനങ്ങൾ ജീവനുള്ള ഭവനങ്ങളാണ്. ആത്മീയ തലത്തിൽ മാത്രമല്ല, ഭൗതിക തലത്തിലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ തിരുവനന്തപുരം, എൻ്റെ നാട്ടിൻപുറം ഇതുപോലൊരു ഗ്രാമപ്രദേശത്തു നിന്നാണ് ഞാൻ
വന്നത്. പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ സ്വദേശം കേട്ടോ. പത്തനാപുരം എന്ന് പറയുന്നത്. ഇപ്പം പള്ളിയുടെ ചുമതലയായിട്ടാണ് ഞാൻ തിരുവനന്തപുരം സിറ്റിയിലേക്ക് വന്നത്. തിരുവനന്തപുരം സിറ്റി വന്ന് ഞാൻ അച്ഛനോട് പറയായിരുന്നു, അച്ഛാ ഇവിടെയൊക്കെ വരുമ്പോൾ ഉള്ള വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ച് പിള്ളേരെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ ഇരുന്നത് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ളൊരു ദേവാലയത്തിലാണ്. ആ ദേവാലയത്തിലേക്ക് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നരച്ച തലയല്ലാതെ ഒരു തലയും കാണാനില്ല. കാരണം മക്കളൊന്നും ഇവിടില്ല. UK, യൂറോപ്പ്, കാനഡ. ഇപ്പം മനുഷ്യന് വായിക്കൊള്ളാത്ത സ്ഥലങ്ങളിൽ വരെ നമ്മൾ പോവാം. പണ്ട് ജോലിക്ക് വേണ്ടി പോയിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 12ാം ക്ലാസ് കഴിഞ്ഞ് അവള് പോവാ, അച്ഛൻ ഞാനും പുറത്തേക്ക് പോവുക. എവിടേക്ക് പോകുന്നത്? പോളണ്ടിലേക്ക് പോവുകയാണ്. നമ്മൾ പണ്ട് സിനിമയ്ക്കകത്ത് ജയറാം പറഞ്ഞത് കേട്ടിട്ടാണ് ഈ പോളണ്ടിനെ കുറിച്ച് കേട്ടത്. പക്ഷെ അവർ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. ജീവിതത്തിന്റെ ഇടങ്ങളിലേക്ക് ഇങ്ങനെ മാറുമ്പോൾ വീടുകളൊക്കെ ശ്മശാന തുല്യമായ നിശബ്ദതയിലേക്ക് മാറുമ്പോൾ കബർന്നഹൂമിന്റെ ഭവനം യഹോവയുടെ സാന്നിധ്യത്താൽ, ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ സജീവമായി നിലനിൽക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതായ സജീവതകൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് അല്ലേ? ഇപ്പോഴെപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്? അവനവന് തോന്നിയ സമയത്തായി. ഏറ്റവും കുറഞ്ഞത് വൈകുന്നേരമെങ്കിലും ഒന്നിച്ച് കഴിച്ചാൽ, പണ്ട് പറയുമായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? മിണ്ടരുത്. ഇപ്പം ഞാൻ പറയും മിനിമം ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം? മിണ്ടണം. അല്ലാതെ എവിടെ മിണ്ടാനുള്ള സമയം കിട്ടുന്നില്ലല്ലോ. കുഞ്ഞുങ്ങൾ രാവിലെ ട്യൂഷനാണ്. ഇവിടെ പിന്നെ അത്രയില്ല, 7 മണിക്കൊക്കെ ട്യൂഷന് പോകണം. തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ നോക്കിയപ്പം 5 മണിക്ക് അപ്പൻ മോളെ കൊണ്ട് പോവുകയാണ് ട്യൂഷൻ. 5 തൊട്ട് 5:30 വരെ കെമിസ്ട്രിക്ക് വേണ്ടി ഒരിടത്ത്. അവിടെ അന്നേരം അപ്പം അവിടെ നിൽക്കുകയാണ്, അവിടെ ബൈക്കും കൊണ്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് 5:30 ആകുമ്പോൾ അവിടെ നിന്ന് എടുത്ത് 5:45 ഫിസിക്സിന് അങ്ങേപ്പുറത്തെ ട്യൂഷൻ. ഇത്രയും ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എങ്കിലും ഈ പറയുന്നത് പോലെ കഴിവുള്ളിടത്തോളം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയണം. അത് സജീവതകളുടെ ഇടമാണ്. പെരുമ്പട ശ്രീധരൻ ജീവിതത്തിന്റെ ധന്യത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എഴുത്തിലൊരു വാക്യം ഇങ്ങനെയുണ്ട്: ഒന്നിച്ച് ഒരു മരത്തണലിലിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിന്റെ ധന്യത. അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു മരത്തണലിലിരുന്ന് മഴ നനയാൻ കഴിയുന്നതാണ് ജീവിതത്തിന്റെ ധന്യത. അതുമല്ലെങ്കിൽ ഒന്നിച്ചൊരു മരത്തണലിലിരുന്ന് ഒരേ സ്വപ്നം കാണുവാൻ കഴിയുന്നതാണ് ജീവിതത്തിന്റെ ധന്യത. അങ്ങനെ ഒന്നിച്ചിരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന സജീവതകളിലേക്ക് നാം മാറേണ്ടതുണ്ട്. ഇന്ന് വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന കാലഘട്ടമാണ്. അവനവനിലേക്ക് മാത്രമായി തിരിഞ്ഞ് നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ വിസ്താരം വളരെയേറെ ചുരുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്താണ്. വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ ശക്തി ഇങ്ങനെ നീരാളി കൈകളുമായി നമ്മളിലേക്ക് വരുമ്പോൾ ഈ സമൂഹത്തിൽ നമുക്ക് പറയാൻ കഴിയണം, ഈ സാഹോദര്യത്തെ തിരിച്ചു പിടിച്ചില്ല എങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പില്ല എന്ന് നാം തിരികെ പറയേണ്ടതുണ്ട്. അങ്ങനെ ഭവനം സർഗാത്മകമാകുന്നത് അവരുടെ ഒന്നിച്ചുള്ള കൂട്ടായ്മകളിലേക്കാണ്. പണ്ടൊക്കെ രാത്രിയിലൊക്കെയാണ് അതിഥികൾ വന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ ഷോക്കേസിൽ കുറച്ച് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, സിയോൻപുരമായിട്ടൊന്നും ബന്ധപ്പെടുത്തിയല്ല പറയുന്നത്. അമ്മ പ്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റിനകത്താണ് ചോറും തന്നുകൊണ്ടിരുന്നത്. ഈ പ്ലേറ്റ് എന്തിനാ അമ്മയോട് വെച്ചേക്കുന്നത് വെച്ചാൽ അമ്മ പറയും ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനാന്ന് പറയും. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇവിടെയും കാണും. ഏതാ ആർക്ക് കൊടുക്കാനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് പൊട്ടിപ്പോയാലും ഏതാ അത് കൊടുക്കത്തില്ല. നമ്മൾ ഈ പഴയ പാത്രത്തിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. വീട്ടിലുള്ളവർ കൊടുക്കൂല. പൂവുള്ള പാത്രം വെച്ചേക്കുക. ഒരാളും വരാനില്ല. ONV പറയുന്നതിനോട്ട് വരുവാനില്ലാരും ഇങ്ങൊരു നാളും ഈ വഴിക്കറിയാമതെന്നാലും എന്നാലും കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ജീവിതത്തിന്റെ ഇടത്ത് നമ്മുടെയൊക്കെ ബന്ധങ്ങൾ വളരെയേറെ അകന്നകന്നകന്നു പോകുമ്പോൾ കബർന്നഹൂമിന്റെ ഭവനം സജീവതകൾ കൊണ്ട് തിരിച്ചു പിടിക്കുന്നുണ്ട്. ONVയുടെ അമ്മ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിൽ പറയുന്നുണ്ട്: 9 പേരവർ കൽപ്പണിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ 9ഉം ഒരുമിച്ച് വാണിരുന്നു. എന്ത് സുഖമുള്ള പരിപാടിയാ നോക്കി. 9 പേരും അവരുടെ പെണ്ണും പിള്ളമാര്
എല്ലാം കൂടെ ഒന്നിച്ച് വരുന്നുണ്ട്. അടി ഉണ്ടാവാൻ വല്ല സംശയം ഉണ്ടായിരുന്നു. ഇന്നായിരുന്നെങ്കിലോ എപ്പോ അടി ഉണ്ടായെന്ന് ചോദിച്ചാൽ മതി. 9 പേരവർ കൽപ്പണിക്കാർ, ഒരമ്മ പെറ്റവരായിരുന്നു. സാഹോദര്യമൊക്കെ ഈ സജീവതകളൊക്കെ വല്ലാണ്ട് അകലമാക്കപ്പെടുന്നു പോകുന്ന കാലത്ത് ജീവിതത്തിന്റെ ഇടത്തിൽ കവർന്നു പോകുമെന്ന് ഭവനം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സജീവതകളെ തിരികെ പിടിക്കേണ്ടതുണ്ട്. ഭവനങ്ങളിലൊക്കെ സന്ദർശനങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട്. ജീവിതത്തിന്റെ ഇടങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന കാലഘട്ടമാണ്. പണ്ട് ഒരു മാതാപിതാക്കൾക്കും മക്കളുടെ മുറി അനുവാദം ചോദിച്ചിട്ട് കയറേണ്ട ഗതികേടില്ലായിരുന്നു. ഇന്നോ ഈ സിറ്റി സംസ്കാരം അത്ര കണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ പറയാം. ഇപ്പോഴും ഇവിടെ ആണെങ്കിലും അത് തന്നെയാണ്. മക്കള് വേറെ മുറി അടച്ചു കഴിഞ്ഞാൽ അപ്പം ചോദിക്കണം കയറിക്കോട്ടെ കയറിക്കോട്ടെ എന്ന് പറയുന്നത്. സംസ്കാര സമ്പന്നമായ കാലം എന്നൊക്കെ പറഞ്ഞെങ്കിലും ബന്ധങ്ങൾ വല്ലാണ്ട് അകന്നു പോകുന്നുണ്ട്. മക്കളൊക്കെ വീട്ടിലുണ്ട് എന്നോ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചില മനുഷ്യരുണ്ട് എന്ന് പോലും അറിയാതെ ഭവനങ്ങളിൽ ഇങ്ങനെ തുരുത്തുകളായി ജീവിച്ചു പോകുന്നു. അച്ഛന് ഞങ്ങള് ചിലപ്പോഴൊക്കെ ഓരോ വീടുകളിൽ പോകുമ്പോൾ അച്ഛന് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഉള്ളറയിൽ സന്താനം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അവൻ പുറത്തോട്ട് വരികയില്ല. അച്ഛൻ അങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞ, ഞാനൊട്ട് വിളിക്കാനും പോകത്തില്ല. വിളിച്ചു വരുത്തി എന്തിനു വെറുതെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ളത് കൊണ്ട് വരാനുള്ള കാര്യം വീട്ടുകാരോട് പറഞ്ഞിട്ടെങ്കിൽ പോരും. ബന്ധങ്ങൾ നിർജീവമായി പോകുന്ന കാലം. മാതാപിതാക്കളുടെ പരാതി മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല അല്ലേ? അച്ഛൻ നന്നാക്കണം. ആവുന്ന കാലത്ത് അവനോടൊപ്പം ഇരുന്നില്ല, അവനോടൊപ്പം ഇരിക്കാതെ അവിടെ ഇവിടെ നടന്നു വെച്ചിട്ട് വയസ്സായപ്പം മക്കള് നോക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിലും വലിയ തമാശയൊന്നും ജീവിതത്തിലില്ല കേട്ടോ. ജീവിതത്തിന്റെ ഇടങ്ങളിൽ ദൈവവചനം പ്രസംഗിച്ച് നിന്നെ വഴി നടത്തിയവരെ ഓർത്തുകൊള്ളണമെന്ന് ലേഖനത്തിൽ വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞു കൊടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഓർക്കും. അങ്ങനെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചത്. അങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ മാതൃകയായി തീർന്നത്. ദേവാലയത്തിലേക്ക് പോയത് അങ്ങനെയാണ്. ഞായറാഴ്ച ദേവാലയത്തിലേക്ക് പോകണ്ട എന്നൊരു ഓപ്ഷൻ പണ്ടില്ലായിരുന്നു. ഇപ്പൊ ഓപ്ഷൻ, പോണോ വേണ്ടേ? മഴയാണെങ്കിൽ ആള് പറയും. ഏതാ മഴയാണെങ്കിൽ? പണ്ടങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, പോയിരിക്കുക എന്നുള്ളതായിരുന്നു. ജീവിതത്തിന്റെ ഇടത്ത് അങ്ങനെയുള്ള മാതാപിതാക്കന്മാർ ഉണ്ടായിരുന്ന കാലമാണ്. 2 സൈസ് മാതാപിതാക്കന്മാരുണ്ട്. ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല, നിങ്ങളെ കുറിച്ചേ അല്ല പറയുന്നത്. ഇനി ഉണ്ടെങ്കിൽ കൈ ഉയർത്തി പറയരുത്. 2 മാതാപിതാക്കന്മാർ, ഒന്ന് വാടാ മാതാപിതാക്കളും ഒന്ന് പോടാ മാതാപിതാക്കളും. കേട്ടിട്ടുണ്ടോന്നറിയില്ല. 2 സൈസ് മാതാപിതാക്കൾ. ആദ്യം ഈ പോടാ മാതാപിതാക്കളെ പറയാം. ഇവൻ പള്ളിയിൽ പോവുകയല്ല. ഏതാ? അപ്പം പള്ളിയിൽ പോവുകയല്ല. മക്കളോട് പറയും എന്തുവാ? പോടാ പള്ളിയിൽ, പോടാ പള്ളിയിൽ. ഇയാൾ അവിടെ വീട്ടിൽ കിടന്നുറങ്ങത്തേ ഉള്ളൂ. അവൻ കശുമാവിനെറിഞ്ഞും മാങ്ങ പറക്കിയൊക്കെ ഇങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ അച്ഛൻ പറയും സമാധാനത്താലെ പോകുക. സൺഡേ സ്കൂളുണ്ടോ? ഇല്ല. യുവജന പ്രസ്ഥാനമുണ്ടോ? അറിയത്തില്ല. പ്രാർത്ഥനകളുണ്ടോ? ഒന്നുമില്ല. ഞാൻ ഇന്നിപ്പോൾ ആ കലണ്ടറെ നോക്കുമായിരുന്നു. എത്ര പ്രാർത്ഥന? രാത്രി പ്രാർത്ഥന, എല്ലാ മാസത്തിൻ്റെ അവസാനം 8 മണിക്ക് പ്രാർത്ഥന, വെള്ളിയാഴ്ച 7 മണിക്ക് പ്രാർത്ഥന, രാവിലെ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ കുറവുകൊണ്ടാണോ പ്രശ്നം? പ്രാർത്ഥന ഇല്ല. ഞാൻ ആ കലണ്ടർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അച്ഛനോട് ഞാനത് ചോദിച്ചത്, പ്രാർത്ഥനയുടെ കുറവുകൊണ്ടാണോ? അല്ല, ഇഷ്ടം പോലെ പ്രാർത്ഥനയുണ്ട്. പക്ഷെ ലവ എന്തോ പറഞ്ഞേക്കുന്നത്? പോടാ, പൊക്കോ. ഇയാൾ പോവുകയല്ല. ഇതാണ് പോടാ മാത. രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക് ആരാധനയെങ്കിൽ 6:45 തൻ്റെ കുഞ്ഞിനെ കൈപിടിച്ചിട്ട് വാടാ മക്കളെ പള്ളിയിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മക്കളാ പോവാത്ത? ഏതൊരു നല്ല കാര്യത്തിനും അങ്ങനെ വാടാ എന്ന് പറഞ്ഞു പോകുമ്പോ ഏത് മക്കളാ പോവാത്ത? ആരാ കുഴപ്പം? കുഞ്ഞുങ്ങളൊക്കെ പാഴായി പോകുന്നതിന്റെ അടിസ്ഥാനപരമായ ഉത്തരങ്ങളിൽ ഒന്നതാണ്. ജീവിതത്തിന്റെ ഇടത്ത് ബന്ധങ്ങളെ സജീവമാക്കി നിർത്തുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവത്തിന്റെ സന്നിധിയോട് ചേർത്ത് അവരെ വളർത്തുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതുണ്ട്. ഇന്ന് ഭവനങ്ങളുടെ തുരുത്തുകളിലേക്ക് മാറി 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 പോവുകയാണ്. എല്ലാം ഭവനങ്ങളുടെ ഉള്ളിലേക്ക് അകത്തേക്ക് മാറുമ്പോൾ കാലം നമ്മോട് പറയുന്നു കുറെ കൂടിയൊക്കെ വിശാലതയിലേക്ക് നാം നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കൂടി വരവുകളാണ് അല്ലേ? പണ്ടത്തെ വീടുകൾക്ക് വലിയ വരാന്തകളും
ചെറിയ മുറികളുമായിരുന്നു. ഇടയ്ക്ക് ഒരു പ്രസംഗം കേട്ടോ, എൻ്റെ സ്വന്തം അദ്ദേഹം പറയുന്നു, മനോഹരമായൊരു ഇതാണ്. വലിയ വരാന്തകളും ചെറിയ മുറികളും. വരാന്തകളിൽ ഇങ്ങനെ സജീവമായി ആൾക്കാർ കൂടിയിരുന്നു. പ്രാർത്ഥനയ്ക്ക് വിളക്ക് വെച്ചത്, ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവർ വിളക്ക് വെക്കുക എവിടെയാ? വരാന്തന് നടുവിലാണ് വെക്കുക. അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് പ്രാർത്ഥന. വൈകുന്നേരം അവിടെ പ്രാർത്ഥനകൾ രൂപപ്പെടുന്നു. എല്ലാ മതവിശ്വാസങ്ങളും പ്രാർത്ഥനകളിലേക്ക് മാറുന്നു. വരാന്തകൾ സജീവമായിരുന്നു. ഇന്നോ വലിയ മുറികളും ചെറിയ വരാന്തകളും. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഇംഗ്ലീഷിൽ പറയണം, വരാന്ത എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? VARANDA, വരണ്ട. ഒരുത്തനും ഇങ്ങോട്ട് വരണ്ട, ഈ ഒരവസ്ഥയിലേക്ക് എത്തി എന്നാണ് അദ്ദേഹം പറയുക. ജീവിതത്തിൽ ഓർക്കുക, ദൈവം സാന്നിധ്യമായിരുന്ന ഒരു ഭവനം അതിൻ്റെ സജീവതകളിലേക്ക് മാറുമ്പോൾ കൂടിവരവുകൾ അന്വർത്ഥമാകും. ആ കൂട്ടായ്മയുടെ തീക്ഷ്ണമായ ഒരു ജീവിത ക്രമം രൂപപ്പെടും. എല്ലാ കൂടിവരവും ധന്യമാകണമെന്നില്ല, എല്ലാ കൂടിവരവുകളും വിശുദ്ധമാകണമെന്നുമില്ല. വേദപുസ്തകത്തിൽ 2 കൂടിക്കാഴ്ചകളെ കാണുന്നുണ്ട്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരു കൂടിവരവുണ്ട്. അത് ബാബേൽ ഗോപുരം പണിയുന്നതിന് വേണ്ടിയാണ്, അല്ലെ? ബാബേൽ ഗോപുരം പണിയുന്നു. ദൈവത്തിനേക്കാൾ വളരുവാൻ തക്കവണ്ണമാണ്. സത്യത്തിൽ എന്തായിരുന്നു അവരുടെ ആവശ്യകത? ബാബേൽ ഗോപുരം പണിയാനുള്ള ആവശ്യകത എന്തായിരുന്നു അറിയാം? സിനിമ കാണുന്നവരാണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രാഞ്ചിയേട്ടൻ ദ സെയിന്റ് എന്ന് പറയുന്നൊരു പടമുണ്ട്, കാണേണ്ട പടം കേട്ടോ. അതിൻ്റെ അകത്ത് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്, ജൂവലറി ഉണ്ട്, കാശുണ്ട്, ആവശ്യത്തിലേറെ വണ്ടിയുണ്ട്, പക്ഷെ പുണ്യാളച്ച, ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന പുണ്യാളച്ചനോടാണ് പറയുക, പുണ്യാളച്ച ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എന്താ? ഒരു പേരില്ല. ഈ പ്രശ്നം ആർക്കുണ്ടായിരുന്നു? ബാബേൽ ഗോപുരം പണിയുമ്പോൾ ഉണ്ടായിരുന്നു. നമുക്കൊരു പേരുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ആ കൂടിവരവുകളെ ദൈവം അനുവദിച്ചില്ല. കലക്കി കളഞ്ഞത് കൊണ്ട് നാമാവശേഷമായി പോകുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളുടെ മുമ്പിലുണ്ട്. അവനവന്റെ പേരുകളെ ഉയർത്തുവാൻ വേണ്ടിയുള്ള അനധികൃതമായ കൂട്ടുകെട്ടുകളെ ദൈവം ചിതറിച്ചു കളയുന്നു എന്ന് കാലം ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു കൂട്ടുകെട്ട് വീണ്ടും കാണുന്നത് അത് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 12-ാമത്തെ വാക്യം. അന്ന് മുതൽ പീലാത്തോസും ഹെരോദാവും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. അതിനു മുമ്പേ ഒരുത്തനെ കൊല്ലാൻ വേണ്ടിയാണ് കേട്ടോ അവർ കൂടുകൂടിയത്, അല്ലേ? അതിനു മുമ്പേ തമ്മി കീരിയും പാമ്പുമായിരുന്നു. വേറൊരുത്തനിട്ടൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കീരിയും പാമ്പും കൂടെ എന്ത് ചെയ്യുന്നു? ഒന്നിക്കുന്നു. കൂടിവരവുകളൊക്കെ എല്ലാം വിശുദ്ധമല്ല എന്ന് വേദപുസ്തകത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നാം തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടങ്ങൾ കുറെ കൂടി ധന്യമാകേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങൾ കുറെ കൂടി ധന്യമാകേണ്ടതുണ്ട്. ദൈവികമായ നന്മകൾ കൊണ്ട് നാം ജീവിക്കുന്നു. ദൈവത്തിന്റെ കൃപയിലാണ് ജീവിക്കുന്നത്. പക്ഷേ ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നില്ല. എല്ലാ സഭകളുടെ വിവാഹ കൂദാശകളിലും വായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. അത് 128-ാം സങ്കീർത്തനം, അല്ലേ? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും അവന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. എനിക്കത് പാട്ടായിട്ടും വായനയായിട്ടും എല്ലാ വിവാഹ കൂദാശ, എല്ലാ സഭകളുടെയൊക്കെ വിവാഹ കൂദാശകളിൽ ഇങ്ങനെ ആവർത്തിച്ച് വായിക്കും. ഇത് വായിച്ചു കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. നമുക്കും ഭയങ്കര ഏതാ പെണ്ണിൻ്റെ ആഗ്രഹമാണ് സൽമാൻ ഖാനെ പോലെയുള്ള ആളെ വേണം. അവൻ്റെ ആഗ്രഹം എന്തുവാ? ഐശ്വര്യ റായിയെ കൂട്ടുള്ള ആള് എനിക്ക് വേണം. വേദപുസ്തകത്തിൽ പറയുകയാണ്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനാണ് എങ്ങനെയുള്ള ഭാര്യയെ കിട്ടുക? ഫലപ്രദമായ മുന്തിരിവള്ളി. യഹോവയെ ഭയവും ഇല്ല, എന്തുമില്ല, അവൻ്റെ വഴികളിൽ നടക്കുന്നുമില്ല എങ്കിൽ നിനക്കങ്ങനെ ആലോചിക്കാൻ പോലുമുള്ള അർഹതയില്ല എന്ന് കൂടി വേദപുസ്തകം പറഞ്ഞു വെക്കുക.
യഹോവയെ ഭയപ്പെടുന്നവന് ആഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. യഹോവ ഭയമുള്ളൊരു ചെറുക്കനെ കിട്ടണമെന്ന് ആർക്കാഗ്രഹം? പെണ്ണിനാഗ്രഹം. പക്ഷെ പെണ്ണിന്റെ പ്രശ്നം എന്താ? പെണ്ണിന് പ്രത്യേകതയുടെ വേദപുസ്തകം പറയുന്നു, അവൾ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. എന്താ മുന്തിരിവള്ളിയുടെ പ്രത്യേകത? മുന്തിരിവള്ളി ഇന്ന് വരെ താഴെ കിടന്ന് കായ്ച്ചിട്ടില്ല. കായ്ച്ചിട്ടുണ്ടോ? തന്നെ വളരാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മുന്തിരിവള്ളിയും ജീവിതകാലത്ത് കായ്ച്ചിട്ടില്ല. ആ ഒരു പരസ്പര ധാരണയുടെ ഒരു ചുറ്റുവട്ടങ്ങളിൽ മാത്രമേ ആര് കായ്ച്ചിട്ടുള്ളൂ? വിധേയത്വവും അടിമത്വം എന്ന അർത്ഥത്തിലല്ലോ ഞാൻ ഈ പറയണേ. പരസ്പരം സഹായിച്ച് പരസ്പരം ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മുന്തിരിവള്ളി കായ്ക്കുള്ളൂ. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. രണ്ടാമത്തെ ബോധ്യം എന്ന് പറയുന്നത്, മുന്തിരിവള്ളി എന്ന് പറയുന്നത് അത് ഫലം നൽകുന്നതാണ്. അച്ഛൻ നേരത്തെ വിത്തുകളുടെ ഉപമ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഫലമുണ്ടാവുക എന്നതാണ് അടിസ്ഥാനപരമായ കാര്യം. ഫലമുണ്ടാക്കണം. കുറേയൊക്കെ വഴിയരികെ വീണു, കുറേയൊക്കെ മുള്ളിനിടയിൽ വീണു, ബാക്കിയൊക്കെ പാറപ്പുറത്ത് വീണു. നല്ലത്. നമ്മളെവിടാ വീണ്? നമ്മളെവിടാ വീണ്? പാറപ്പുറത്തൊന്നുമല്ല, അത്ര കണ്ട് നിഷേധാത്മകമല്ല. വഴിയിലും ആവാൻ വഴിയില്ല. ഏതാ? എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഏതാണ്ട് മുള്ളിനിടയിലാണ് വീണത്. കളയം വളരുന്നുണ്ട്, നമ്മളും വളരുന്നുണ്ട്, പള്ളിയിലും പോകുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഇതെല്ലാം കൂടെ നടക്കുന്നുണ്ട്. ഏതാ? മുള്ളിനിടയിലാണെന്നാണ് എൻ്റെ ധാരണ. നല്ല നിലത്തേക്കുള്ള മാറ്റം ആവശ്യമാണ്. ഫലം ആവശ്യകതയാണ്. കർത്താവ് അതുകൊണ്ടാണ് കാലമല്ലാഞ്ഞിട്ട് കൂടിയും അത്തിയിൽ നിന്ന് എന്ത് വേണം? ഫലം വേണം. ജീവിതത്തിൻ്റെ ഇടത്ത് മുന്തിരിവള്ളി ഫലദായകത്വത്തിൻ്റെതാണ്. 3, മുന്തിരിവള്ളി തണല് നൽകുന്നതാണ്. മുന്തിരിത്തോട്ടങ്ങൾ പോകുമ്പോൾ അറിയാം, ഒരു ഭവനത്തിൻ്റെ തണലായി തീരുവാൻ തക്കവണ്ണം ഒരു പെൺകുട്ടിക്ക് സാധിക്കുമ്പോഴാണ് ആ കുടുംബമൊക്കെ ധന്യമാകുന്നത്. ഒരു തണലായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം. ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങനെയൊരു പെൺകുട്ടിക്ക് ആരെ ആഗ്രഹിക്കാൻ പാടുള്ളൂ? യഹോവയിൽ ഭയമുള്ള, ദൈവത്തിൻ്റെ വഴി നടക്കുന്ന ഒരാളെ ആഗ്രഹിക്കുവാൻ പോലുമുള്ള അവകാശമുള്ളൂ എന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ചേർന്നിട്ടാണ് പറയുന്നു, മക്കളെ ആഗ്രഹിക്കുന്നത് എന്താ? ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ഒലിവ് തൈകളുടെ പ്രത്യേകതകൾ കൂടി പറയണം. ഒലിവ് തായ് മരത്തിൽ നിന്ന് ഒലിവുങ്കാ വീണ അതിൻ്റെ സമീപത്ത് തന്നെ ഈ ചെറിയ ഒലിവുകൾ പുറപ്പെടും, പൊട്ടിമുളയ്ക്കും. അത് വളർന്നിട്ട് ഈ ഒലിവ് വളരെ ശിഖരങ്ങളുള്ളതാണ്. ഈ ശിഖരങ്ങളെ കൂടി താങ്ങി നിർത്തും ഈ കുഞ്ഞൊലിവുകൾ. മക്കൾമാരുടെയൊക്കെ ഉത്തരവാദിത്തം അതാണ്. മാതാപിതാക്കളെ കൂടി നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തെ കൂടി ഉത്തരവാദിത്തപ്പെട്ടെടുക്കേണ്ടതുണ്ട്. ഇന്ന് മക്കൾമാരുടെ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് അവർ പറയുന്നത് കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ്. അല്ലേ? അപ്പനും അമ്മയൊക്കെ വേലി കെട്ടി വെക്കുകയാണ് എന്നാണ് പറയുക. ജീവിതത്തിൻ്റെ ഇടത്ത് കരുതലിൻ്റെ ബോധ്യങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വലിയ കൃപയിലാണ് നാം നിൽക്കുന്നത് എന്ന് നാം മറക്കരുത്. കവർന്നഹൂമിന്റെ ഭവനം യഹോവയുടെ വാസത്താൽ സജീവമായി നിന്നതുപോലെ നമ്മളുടെയൊക്കെ ഭവനങ്ങളും ആത്മീയമായും സാമൂഹിക ബന്ധിതമായും ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. ഇന്ന് സാമൂഹികമായ വിപത്തുകളൊക്കെ ഇങ്ങനെ ചുറ്റും നടമാടുന്നുണ്ട്. വർഗീയ വിഷങ്ങൾ തീതുപ്പുന്ന വേഗത്തിൽ ഇങ്ങനെ നമ്മളുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. ഒന്നിച്ച് നാം നിൽക്കേണ്ടതുണ്ട്. സകലവരപ്പുറം മനുഷ്യൻ എന്ന് പറയുന്ന ആത്മീയ മൂല്യത്തിലൂന്നി ആ സാഹോദര്യത്തെ തിരികെ പിടിക്കേണ്ടതുണ്ട്. ഫ്രറ്റേണിറ്റി എന്ന വാക്ക് വെറുതെ രൂപപ്പെട്ടതല്ല. പാവങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അതിൽ ജീവാൽജീൽ എന്ന് പറയുന്ന കഥാപാത്രം ബിഷപ്പിന്റെ വിളക്കുകാലികൾ മോഷ്ടിച്ചതിനു ശേഷം ഇങ്ങനെ പോലീസ് പിടിച്ചവന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ബിഷപ്പിനോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ്? ഇത് നിങ്ങളുടെ വിളക്കുകാലുകൾ തന്നെയാണോ? അതെ, ഇവൻ മോഷ്ടിച്ചതാണ്. അപ്പം ബിഷപ്പ് പറയുന്നുണ്ട്, അവൻ മോഷ്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്കാൻ ഇവൻ ആരാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി മനോഹരമാണ്, അവൻ എൻ്റെ സഹോദരനാണ്.
അങ്ങനെ ഒരു സാഹോദര്യ ബന്ധത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഇന്നൊരു പക്ഷെങ്കില് ICU കിടക്കുന്ന ബന്ധങ്ങളിൽ ഒന്നാണ് സാഹോദര്യം. അല്പ സ്ഥലത്തിന് വേണ്ടി, അല്പം മണ്ണിന് വേണ്ടി, അല്പം പൈസയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി 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 വെട്ടിയാണ് ജീവിതത്തിന്റെ സകല സുഹൃതങ്ങളെ നഷ്ടമാക്കിയത്. ദൈവത്തിന്റെ സന്നിധിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാസം നഷ്ടമാക്കിയത്. ഒരു പക്ഷെങ്കില് മനുഷ്യൻ ഏദനിൽ നഷ്ടമാക്കിയ വലിയ സുഹൃതങ്ങളിൽ ഒന്ന് ദൈവവുമായിട്ടുള്ള ഈ സാഹോദര്യ ബന്ധമായിരുന്നു. എല്ലാ നേരവും വൈകുന്നേരം ആര് വരും? ദൈവം വരുന്നു മനുഷ്യനോടൊപ്പം നടക്കാൻ. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചത് എന്ന് ഇന്ന് നാം ഓർക്കുമ്പോൾ അങ്ങനെ ഒരു സഖിത്വത്തിലേക്ക് മാറുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവവുമായിട്ട് ചേർന്നും മനുഷ്യനുമായിട്ട് ചേർന്നൊരു ബന്ധങ്ങളിലേക്ക് നാം രൂപപ്പെടണം. എല്ലാ ഭവനങ്ങളും അങ്ങനെ ഒരു സജീവതകളിലേക്ക് തിരികെ വരേണ്ടതുണ്ട്. കടന്നുവരവുകളെ നാം തിരിച്ചറിയണം. കാപട്യത്തിന്റെ രൂപത്തിൽ പലതും കടന്നു വരും. ബന്ധങ്ങളിൽ, ജീവിതത്തിന്റെ ഇടങ്ങളിലൊക്കെ അല്ലേ, വിവാഹ ശുശ്രൂഷകളിലൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ സാധാരണഗതി അങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല. കാര്യം സാധാരണഗതിയിൽ എല്ലാം വല്യച്ഛന്മാരുള്ളത് കൊണ്ട്, സാധാരണഗതി പ്രായം കൊണ്ട് എളുപ്പമായതുകൊണ്ട് പറയുന്നത്. എങ്ങാനും ഒരു പ്രസംഗം കിട്ടുമെന്ന് ഞാൻ സാധാരണഗതി പറയും. ഒരു കുടുംബം നിലനിൽക്കുന്നത് എങ്ങനെ? കുടുംബം നിലനിൽക്കാൻ എന്തോ വേണം? പരസ്പരം എന്ത് വേണം? അണ്ടർസ്റ്റാൻഡിങ് വേണമെന്ന് പറയും അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് എന്താ ഇതിൻ്റെ അർത്ഥം? അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനൊന്നുമില്ല. അണ്ടർ എന്ന് പറഞ്ഞാൽ എന്തോ? താഴെ. സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തോ? നിലത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഏതാ? നമ്മൾ വിചാരിച്ചിരിക്കുന്ന മനസ്സിലാക്കലുകളൊന്നും അങ്ങനൊന്നും കിട്ടും. നിലത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇന്ന് നിലത്ത് നിൽക്കാത്തതിൻ്റെ കുഴപ്പം ഇതല്ല. കടന്നുവരവുകളെയൊക്കെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. നമ്മളെയൊക്കെ ഒരു ഭവനം സൂക്ഷിക്കാൻ കൂടി ഏൽപ്പിച്ച് ഏദനില് ഒരു തോട്ടമുണ്ടാക്കി അതിന് വേല് കെട്ടി ദൈവം ആരെ ഏൽപ്പിച്ചു? ആദാമിനെ ഹവ്വായെ ഏൽപ്പിച്ചു. അവിടെ വേദപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് എന്തിനാണ് അവിടെ ഏൽപ്പിച്ചത്? തോട്ടം സൂക്ഷിപ്പാനും അവിടെ നോക്കുവാനുമാണ് അല്ലേ? അതിൽ കൃഷി ചെയ്യുവാനും ഒക്കെയാണ് ആരെ ഏൽപ്പിച്ചത്? സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചത്. വേദപുസ്തകത്തില് സാത്താൻ പാമ്പിന് കൊടുക്കുന്ന ഒരു വിശേഷണമുണ്ട്. പാമ്പ് ഏത് ജാതിയായിരുന്നു? പാമ്പ് കാട്ടുജാതി ആയിരുന്നു. ഞാനീ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ സമ്മതിച്ചാൽ മതി കേട്ടോ. കാട്ടുജാതി ആയിരുന്നു. കാട്ടുജാതി കൃത്യമായി എവിടെ കിടക്കണം? കാട്ടി കിടക്കണം. വേല് കെട്ടി തിരിച്ച് ഇവനെ പിടിച്ച് അത് നോക്കാൻ ഏൽപ്പിച്ചു. ഈ പാമ്പ് വേലിയുടെ അവിടെ വന്നോ കിടന്ന്? ഒത്ത നടുവിലുള്ള വൃക്ഷത്തിന്റെ അടുത്ത് വരെ ആര് വന്നു? പാമ്പ് വന്നു. ഇയാൾ എവിടെ പോയൊക്കെ വരുന്നു അല്ലേ? ഒരു കാര്യം അവനെ അവിടെ ഇതിനെയൊക്കെ അവിടെ നിർത്തിയേക്കണം, ഇങ്ങോട്ട് വരരുതെന്ന് വിചാരിക്കാതെ അവിടം വരെ വരുന്നിടം വരെ ഇവൻ കിടന്ന് ഉറങ്ങിയതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഏതെങ്കിലും നിന്ന് പുറത്തു കൊണ്ടു വന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ ഇതുപോലെ കുറേ കാട്ടുജാതികൾ. എല്ലാ പള്ളിയിലും കാണും, എല്ലാ സമൂഹത്തിലും കാണും, എല്ലാ സംഘടനയിലും കാണും, എല്ലാ കുടുംബത്തിലും വരും. ഇതുപോലെ ചില കാട്ടുജാതികൾ വരുമ്പോൾ വരണ്ട എന്ന് പറയണ്ട, വേലിക്ക് അപ്പുറത്ത് നിർത്തിയേക്കണം. എവിടെ? അവിടെ ഇങ്ങോട്ട് വേണ്ട അല്ലേ? കുടുംബജീവിതമൊക്കെ ഇങ്ങോട്ട് ആരംഭിച്ച് കഴിയുമ്പോൾ ഉപദേശം കൊടുക്കാൻ കുറേ പേര് വരും അല്ലേ? ഇപ്പോഴത്തെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്കൊച്ചിനും ചെറുക്കനും കെട്ടിച്ച് വിട്ട് കഴിയുമ്പോഴാണ് അമ്മയ്ക്കും ഒപ്പന് സ്നേഹം കൂടുന്നത്. പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. പറഞ്ഞിട്ടങ്ങ് പോവുകയാണെന്നും കരുതരുത്. കൃത്യമായ ബോധ്യത്തിൽ തന്നെയാണ് പറയുന്നത്. കെട്ടിച്ച് വിട്ട് കഴിയുമ്പോഴാണ് മക്കളെ കുറിച്ചുള്ള കരുതൽ ചോദിക്കുന്നത്. അവിടെ രാവിലെ അവിടെ ഇരുന്നേച്ചിട്ടാണ് ചോദിക്കുന്നത്, മോളെ ഇന്ന് കഞ്ഞിയാണോ പയറാണോ? ഓ, ഇയാൾ വീട്ടിൽ ഇരുന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്തില്ല. കുടുംബം നശിക്കാൻ വല്ലതും വേണോ? അപ്പനും അമ്മയ്ക്ക് സ്നേഹമൊക്കെ ഉള്ളതാ, ഒരു സംശയവും ഇല്ല. എനിക്കും ഒരു സംശയമില്ല. പക്ഷേ അവരുടെ കുടുംബ ജീവിതത്തിൽ കാട്ടുജാതിക്ക് സമമായി പോയി ഇടപെടരുത്. അവർക്ക് ജീവിക്കാനുള്ള ഇടമൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്, അതങ്ങനെ വളർന്നോളും. സ്നേഹം കൊണ്ടല്ലേ അച്ഛാ, നല്ലത് തന്നെ, സംശയമൊന്നും എനിക്കതിലില്ല. പക്ഷേ നമ്മളുടെ ഇടപെടലുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കണ്ണ് കാണാത്ത മനുഷ്യൻ
കണ്ണിന് കാഴ്ച കിട്ടിക്കഴിയുമ്പോൾ യഹൂദന്മാർ വന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, ഏതാ അവൻ്റെ അമ്മായപ്പന്മാരോട് ചോദിക്കുന്നുണ്ട്, ഇവൻ എങ്ങനെയാ കാഴ്ച കിട്ടിയേ? അപ്പനും അമ്മയും പറഞ്ഞൊരു വാക്യം ഈ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഓർക്കേണ്ടതാണ്. അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കാം. നമ്മുടെയൊക്കെ ഇടപെടലുകളെ കുറെ കൂടിയൊക്കെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളെ, നമ്മളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. ഇന്നിൻ്റെ ഈ ധന്യമേറിയ അനുഭവങ്ങളിൽ കവർന്നഹൂമിൻ്റെ ഭവനം നമ്മോട് പറയുന്നു, അത് ദൈവം വസിക്കുന്ന ഇടമാണ്. എൻ്റെ ഭവനത്തിൽ ദൈവമുണ്ടോ? ഒറ്റ ചോദ്യമുള്ളൂ. ഞാനെന്ന് പറയുന്ന ദേവാലയത്തിൽ ദൈവമുണ്ടോ? എൻ്റെ ഉള്ളിൽ ദൈവമുണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വാക്കും പ്രവൃത്തിയേ വരത്തുള്ളൂ. ഇല്ലേ, വരികയില്ല. എൻ്റെ ഉള്ളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ട്? നിങ്ങളിലുണ്ട്. ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ ആത്മാവിൻ്റെ ഫലമേ പുറപ്പെടുവിക്കൂ. അല്ലേ? നമ്മളോ വെള്ളം അടിച്ചു കഴിയുമ്പോൾ സാധാരണഗതി പറയും, മദ്യപാനികളൊന്നും എവിടെ പോത്തില്ല, സ്വർഗരാജ്യത്തിൽ പോത്തില്ല. ശരിയല്ലേ? ലോകത്തെല്ലാ കുറ്റവും കൊണ്ട് ചാർത്തുന്നത് ഇതാ. മദ്യപാനികളെ പ്രോത്സാഹിപ്പിച്ചതല്ല കേട്ടോ, സ്വർഗരാജ്യത്തിൽ പോത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഗലാത്യ ലേഖനത്തിൽ ജഡത്തിന്റെ ഫലങ്ങൾ വായിക്കുന്നുണ്ട്. പക, കോപം, ക്രോധം, ദേഷ്യം, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് എന്തുവാ? ഈ വക പ്രവർത്തിക്കുന്നവരാരും എവിടെ പോത്തില്ല? സ്വർഗരാജ്യത്തിൽ പോത്തില്ല. മദ്യപാനി മാത്രമല്ല, കോപം, ദേഷ്യവും അസൂയം ഇതൊക്കെ ആയിട്ടിരിക്കുന്ന ആരും പോത്തില്ല. ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ആത്മാവിൻ്റെ ഫലമേ പുറപ്പെടുവിക്കൂ. സ്നേഹം മുതൽ ഇന്ദ്രജയം വരെ തുടങ്ങുന്നതായ ആ സുഹൃതങ്ങളുണ്ടല്ലോ, അതേ നമ്മൾ ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൻ്റെ ഇടത്ത് സജീവതകളുടെ ഒരു ഇടമായി ദൈവത്തിൻ്റെ ഭവനം മാറണം. ഞാൻ മാറേണ്ടതുണ്ട്. ദൈവവുമായിട്ടും മനുഷ്യരുമായിട്ടും ഒരു സ്നേഹബന്ധത്തിൽ, ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഈ സമൂഹവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ, ആത്മീയതയുടെ തലവിൽ ഒരു ദേവാലയ ബന്ധിതമായി ഒന്നിച്ചൊന്നായി ഒരു മനമായി നിന്നുകൊണ്ടുള്ള ആരാധനയുടെ ഇടങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പോലും അങ്ങനെയാണ് പറഞ്ഞത്. എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എൻ്റെ പിതാവേ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാനും നീയും ഉൾപ്പെടുന്ന, കുഞ്ഞും വയസ്സനും ഉൾപ്പെടുന്ന, പണമുള്ളവനും പണമില്ലാത്തവനും ഉൾപ്പെടുന്ന, രോഗിയും രോഗമല്ലാത്തവനും ഉൾപ്പെടുന്ന സകലവിധമായ അനുഭവങ്ങളും ചേർത്ത് വച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ പിതാവേ. ഈ സജീവതകളിലേക്കാണ് നാം തിരികെ പോകേണ്ടത്. കവർന്നഹൂമിന്റെ ഭവനം നമുക്ക് നൽകിയ 2 സാധ്യതകളെ പറഞ്ഞുകൊണ്ടാണ് ഇന്നിൻ്റേത് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കവർന്നഹൂമിന്റെ ബാക്കിയുള്ള 1-2 പ്രത്യേകതകൾ കൂടി വരും ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ 3 ദിവസത്തേത് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. കർത്താവിൽ ശരണപ്പെടുകയാണ് കേട്ടോ. ജീവിതത്തിന്റെ ഇടത്ത് ഒന്നാമത്തെ ബോധ്യം, ദൈവം വസിക്കുന്ന ഇടമായിരുന്നു കവർന്നഹൂമിൻ്റെതെങ്കിൽ എൻ്റെ ഭവനത്തിൽ, എൻ്റെ ഉള്ളിൽ, എൻ്റെ ദേവാലയത്തിൽ ദൈവമുണ്ടോ? രണ്ടാമത്തേത്, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ സജീവമായ ബന്ധങ്ങൾ നിലനിർത്തിയിരുന്ന ഒരു ഭവനമാണ് കവർന്നഹൂമിൻ്റെതെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ ഇടങ്ങളിൽ, എൻ്റെ ഭവനങ്ങളിൽ ഈ പറയുന്ന ബന്ധങ്ങളെ ദൃഢമാക്കിയെടുത്തിട്ടുണ്ടോ? എൻ്റെ അയൽക്കാരുമായി, എൻ്റെ സഹോദരങ്ങളുമായി അങ്ങനെ ഒരു സ്നേഹബന്ധം രൂപപ്പെടുത്തിയിട്ടുണ്ടോ? ചിന്തിക്കേണ്ടുന്ന ചോദ്യങ്ങൾ ഈ രാത്രിയിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്നിൻ്റെ എല്ലാ നന്മകളിലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെയും വീണ്ടും കാണുവാൻ തക്കവണ്ണം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ബലഹീനനായ എന്നോടൊപ്പം ഇരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഇന്നിന്റെ സകല നന്മകളിലും ദൈവത്തിന് കൃപ വ്യാപരിച്ചതിനാൽ സ്തോത്രം. ഈ ശുശ്രൂഷകൾ കർത്താവേ ദൈവനാമ മഹത്വത്തിനായി മാറുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം കുറവുകളുണ്ട് എങ്കിൽ ആ കുറവുകളെ തികച്ച് ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് മാറുവാൻ തക്കവണ്ണം അടിയങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിന്റെ ശുശ്രൂഷകളിൽ കർത്താവേ ദൈവത്തിന്റെ ഇടപെടൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആലയത്തെ അവിടുന്ന് നടത്തിയതിനെ ഓർക്കുന്നു നാഥ. അതിനുവേണ്ടി അധ്വാനിച്ചവരുടെ നിസ്തുല്യമായ സേവനത്തെ
ദൈവസന്നിധിയെ ശരണം വെച്ചോർക്കുന്നു. കർത്താവെ, അവരുടെ ആ വലിയ ത്യാഗോജ്വലമായ ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകുവാൻ ഇടയാകണമേ. ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഭാഗമായവരെ അവിടുത്തെ കൃപയിൽ നിലനിർത്തണമേ. ഈ വചന ശുശ്രൂഷയുടെ ഭാഗമായ ഏവരെയും ദൈവികമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. യഹോവ വസിക്കുന്നതായ ഇടം സജീവതകളെ നിലനിർത്തുന്നതായ ഇടമാക്കി മാറി ഞങ്ങളുടെ ഭവനവും ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ ജീവിതങ്ങളും ഞങ്ങളുടെ ദേശവും മാറുവാനിടയാകണമേ. സാഹോദര്യ ബന്ധങ്ങളെ സജീവമായി നിലനിർത്തുവാൻ അടിയങ്ങൾക്ക് ബലം നൽകണമേ. കർത്താവെ, ഈ നല്ല അനുഭവങ്ങളിൽ വളരുവാൻ വീണ്ടും കർത്താവെ നാളെ ശുശ്രൂഷകളെ തുടർന്ന് നിൽക്കുവാൻ എന്നൊക്കെ വേണം ഇടയാക്കണമേ. കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. വിദൂരതകളിലായിരിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, ഗായക സംഘത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടുന്ന് ബലപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇടവക ശുശ്രൂഷകനെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയ്ക്കായി കൂടുതൽ ബലം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കണം. ഞെരുങ്ങിയിരിക്കുന്നവർക്ക് അവിടുന്ന് വിടുതൽ നൽകണം. മനോവേദന സംഘർഷത്തിലുമായിരിക്കുന്നവർക്ക് സമാധാനം നൽകണം. കർത്താവെ, ദേശം അനുഗ്രഹിക്കപ്പെടണം. ഓരോ ഹൃദയങ്ങളിലും കർത്താവെ നന്മയുടെ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണം. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് എഴുന്നേൽക്കാം. കർത്താവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടി ശുശ്രൂഷ അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ധന്യമാകണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെടുത്ത സകലദോഷം വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളവല്ലോ. ആമേൻ. കർത്താവിൻ്റെ ആശീർവാദം വിശ്വാസത്തോടുകൂടി സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, പ്രിയപ്പെട്ടവരെ, നിങ്ങളോടും ഇന്നത് കേട്ട തിരുവചനത്തോടും നമ്മോടൊപ്പം തിരുവചന പങ്കുവച്ച പ്രിയ അച്ഛനോടും അച്ഛൻ്റെ മടക്കിയ യാത്രയോടും ശുശ്രൂഷയോടും തുടർന്ന് നടക്കപ്പെടുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷകളോടും ദൈവത്തിൻ്റെ കൃപ മാറ്റമില്ലാതമായി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. നമുക്കിരിക്കാം. അനുഗ്രഹീതമായ 45ാമത്തെ സുവിശേഷ കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിൽ പ്രാർത്ഥനയോടുകൂടെ പങ്കുചേർന്ന എല്ലാവർക്കും സഭയുടെ വെള്ളം നന്ദി സ്നേഹം അറിയിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം വചനവുമായി കടന്നു വന്ന പ്രിയ അച്ഛന് ഈ സഭയുടെ വെള്ളം നന്ദി സ്നേഹവും വീണ്ടും അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സുവിശേഷ കൺവെൻഷൻ നേരത്തെ സമർപ്പിച്ച ശ്രീ ബിനു എം.ആർ. കുടുംബത്തിനും അവരുടെ ജീവിതത്തിനും ദൈവകൃപയുടെ അനുഗ്രഹവും ആശീർവാദം നേരുന്നു. അവർക്ക് പ്രത്യേക നന്ദിയും ദൈവസ്നേഹവും ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെയും സുവിശേഷ കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസം 6:30 ഗാന ശുശ്രൂഷ പ്രാർത്ഥനയോടുകൂടി